ഇന്ന് നമ്മൾ എൻ്റെ കളക്ഷനിലുള്ള ഒരു പ്രൊജക്ടറാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു ഫിലിം പ്രൊജക്ടറാണ്, ഒരു 8mm പ്രൊജക്ടറാണിത്. ഇത് മെയ്ഡ് ഇൻ ചെക്കോസ്ലോവാക്കിയാണ്, വെളിയിൽ നിന്ന് വന്നതാണ്. നമ്മുടെ പണ്ട് തിയേറ്ററുകളിൽ 35mm വലിയ റീല് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്ടറിൻ്റെ ഒരു ചെറിയ വെർഷനാണ്. വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മിനി പ്രൊജക്ടറാണ് ഇത്. 8mm ഫിലിമുണ്ട്, 35, 16, 8mm അങ്ങനെ 3 ഫിലിമാണ് ഉള്ളതെന്ന് തോന്നുന്നു. അതിൽ ഏറ്റവും ചെറിയ 8mm ഫിലിമിൻ്റെ ഒരു പ്രൊജക്ടറാണിത്. ഇത് ലൈറ്റ് വെച്ച് തന്നെ ഉപയോഗിക്കുന്ന, നമ്മുടെ പണ്ടത്തെ പോലെ തന്നെ റീലെന്ന് പറയുമ്പോൾ ആ ഫിലിം കണ്ടിന്യൂസ് ഓടും. അതിലേക്ക് ലൈറ്റ് വന്നിട്ട് നമ്മുടെ വാളിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ടറാണിത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ലൈറ്റ് ഉണ്ടാവും. ഈ ലൈറ്റ് ഇതിൽ രണ്ടാണ്. നമ്മുടെ മെയിൻ ഫിലിം ഒന്നിൽ ലോഡ് ചെയ്യും, അടുത്തത് ഒരു കാലി, അതായത് MD റീല് നമ്മൾ ഇതിൽ ലോഡ് ചെയ്യും. അങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ആ ഫിലിം നമ്മൾ ഇവിടേക്ക് ലോഡ് ചെയ്യും. നമ്മൾ ഈ ഭാഗത്തേക്ക് ലോഡ് ചെയ്യും. ഈ ഭാഗത്തേക്ക് ആ റീലിൽ നിന്ന് നമ്മൾ ഈ ഫിലിം താഴേക്ക് ലോഡ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇത് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ് ഇതിനകത്തുകൂടി വെളിയിലേക്ക് വരും. അതാണ് നമ്മുടെ ഭിത്തിയിലേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും വാളിലേക്കോ സ്ക്രീനിലേക്കോ വന്നിട്ട് കണ്ടിന്യൂസ് ഒരു സിനിമയായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഫിലിം റീലെന്ന് പറയുന്നത് ഇത് വളരെ റെയറാണ്. 8mm റീല് ഭയങ്കര റെയറാണ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം സാമ്പത്തിക അവസ്ഥയുള്ള ആളുകൾ അന്ന് പർച്ചേസ് ചെയ്തിരുന്ന ഒരു മെഷീനാണ്. ബാക്കി ആർക്കും അങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും, അങ്ങനെ മേടിച്ച് വെച്ച് കാണാനുള്ള ഒരു ഇതൊന്നുമില്ല. ഇതാണ് അതിൻ്റെ 8mm റീല്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വിരലിൻ്റെ നഖത്തിൻ്റെ അത്രേ ഇതിൻ്റെ വിട്ടുണ്ടാവുള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ടേ ഇതിന് കിട്ടുള്ളൂ. ഇതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ഫിലിംസ് ഉണ്ടാവും. അതാണ് ഈ കണ്ടിന്യൂസ് ഓടിയിട്ടാണ് നമ്മൾക്കിത് ഫിലിമായിട്ട് നമ്മൾ കാണുന്നത്. ഇതിന് ഏകദേശം ഒരു 75 years to 100 years പഴക്കം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഫിലിം പ്രൊജക്ടറിനെ 100 years ഓൾഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ആ ഒരു ടൈമിന് തന്നെ അവിടെ നമ്മുടെ പ്രൊജക്ടർ ചെയ്ത സമയത്ത് തന്നെ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണിത്. അപ്പോൾ ഇതെൻ്റെ കളക്ഷനിലെ എൻ്റെ കളക്ഷനിലുള്ള ഒരേ ഒരു പ്രൊജക്ടർ ഇതാണ്. ഒരു മിനി പ്രൊജക്ടർ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണമായിരിക്കും ബെസ്റ്റ്.